ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ സമയത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വലിയ വാർത്ത എന്തെന്ന് ചോദിച്ചാൽ, ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നത് ലക്ഷക്കണക്കിന് അപേക്ഷകളാണ്. എറണാകുളം ജില്ലയിൽ മാത്രം 1.5 ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ഇനിയും തീർപ്പാകാതെ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആവശ്യത്തിന് നോഡൽ ഓഫീസർമാർ ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധിക്കുള്ള കാരണം. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പലകുറി ഓർമ്മപ്പെടുത്തിയ ഇടതു സർക്കാർ ഭരിക്കുന്ന കാലത്താണ് ഫയലുകൾ തീർപ്പാക്കാതെ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. റവന്യൂ വകുപ്പാണ് ഏറ്റവും വേഗതയിൽ ഫയലുകൾ തീർപ്പാക്കുകയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂമി തിട്ടപ്പെടുത്തി ഓരോ വ്യക്തിക്കും ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നത് എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ ഗുരുതര വീഴ്ച. സംസ്ഥാനത്ത് ആകെ ലക്ഷക്കണക്കിന് ഭൂമി തരം മാറ്റൽ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ കാത്തിരിക്കുന്നത്. 60,000-ഓളം അപേക്ഷകളാണ് ജില്ലയിൽ മാത്രം തീർപ്പാക്കാതെ കിടക്കുന്നത്. തിരുവനന്തപുരം 17,814, കൊല്ലം 3,218, പത്തനംതിട്ട 9,641, ആലപ്പുഴ 20,618, കോട്ടയം 9,681, എറണാകുളം 60,873, ഇടുക്കി 6,514, തൃശൂർ 39,684, പാലക്കാട് 27,512, മലപ്പുറം 7,379, കോഴിക്കോട് 24,919, വയനാട് 6,485, കണ്ണൂർ 17,776, കാസർഗോഡ് 9,762 ഫയലുകളാണ് ഇനിയും തീർപ്പാക്കാതെ കിടക്കുന്നത്. മഞ്ചേശ്വരം താലൂക്കിൽ ഒരുപാട് ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നുള്ളത്. അവിടെ കണ്ടത് തരം മാറ്റൽ പ്രഖ്യാപനം 2018 മുതൽ ഉള്ള ഫയലുകൾ, ഒരുപാട് ഫയലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ചോദിച്ചപ്പോൾ സ്റ്റാഫിൻ്റെ അഭാവമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ സ്റ്റാഫുകളെ അഭാവമുണ്ട്. അപ്പോൾ സ്റ്റാഫുകളെ നിയമിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക, എത്രയും പെട്ടെന്ന് തീർപ്പാക്കുക. സാധാരണക്കാരായ ആളുകൾ വില്ലേജുകളും താലൂക്കിലും നിരന്തരം എല്ലാ ദിവസങ്ങളും കയറി ഇറങ്ങുന്നൊരവസ്ഥയാണ്. ജനസമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെടെ പരാതി നൽകി പരിഹാരം നിർദ്ദേശിച്ച ഫയലുകൾ ഉൾപ്പെടെ ഇപ്പോഴും തട്ടിൻപുറങ്ങളിൽ ഉറങ്ങുകയാണ്. വീട് നിർമ്മാണ ആവശ്യത്തിനായി അപേക്ഷ നൽകി വർഷങ്ങളായി വില്ലേജ് താലൂക്ക് ഓഫീസുകൾ കയറിയിറങ്ങുന്ന പലരുമുണ്ട്. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി എന്നാണ് റവന്യൂ വകുപ്പിന്റെ പക്ഷം. 2002 ഭൂമി തരം മാറ്റൽ അതിവേഗം തീർപ്പാക്കാൻ പദ്ധതി ആവിഷ്കരിച്ചുവെങ്കിലും അത് ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 1000-ഓളം ജീവനക്കാരെ പുനർവിന്യസിച്ച് അപേക്ഷകൾ തീർപ്പാക്കാനായിരുന്നു പദ്ധതി. ഇതിന്റെ ചെലവിനായി 50 കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും ധനവകുപ്പ് പാസാക്കാത്തതോടെയാണ് പദ്ധതി പാളിയത്. ക്ലർക്കുമാർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, സർവേയർമാർ, ഫീൽഡ് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവരെ നിയമിക്കാത്തതും ഫീൽഡ് പരിശോധനയ്ക്ക് ആവശ്യമായ വാഹനങ്ങളില്ലാത്തതും തിരിച്ചടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടുതൽ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടും. ഇതോടെ വകുപ്പുകളിലെ ജീവനക്കാരുടെ എണ്ണം ഇനിയും കുറയും. ഇത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമാകും. ന്യൂസ് മലയാളം, കാസർഗോഡ്.